ഹലോ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു രസമാണ് ഉണ്ടാക്കാൻ പോണത്. ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള ഒരു രസം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പിക്ക് ബീട്രൂട്ട് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത്. ബീട്രൂട്ടിന് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് പ്രഷർ കുക്കറിൽ ഒരു 2 വിസിൽ വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തു. അതേപോലെ തന്നെ തുവരപ്പരിപ്പും പ്രഷർ കുക്ക് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് ബീട്രൂട്ട് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് പരിപ്പും ബീട്രൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് ഒരു പേസ്റ്റായിട്ട് എടുത്തു. അപ്പോൾ ഇതാണ് ആ പേസ്റ്റ്. ഇത് കൂടാണ്ട് നമുക്ക് വേണ്ടത് പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചത്, ശർക്കര, ഞാൻ ഉപയോഗിക്കുന്നത് പൊടി ശർക്കരയാണ്. അച്ച് വെല്ലമാണെങ്കിൽ ഒരു ചെറിയ പീസ് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രസപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് രസപ്പൊടി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മല്ലിപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ആവശ്യം വരും. പിന്നെ കുറച്ച് കൊത്തമല്ലി ഇല. ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് നെയ്യ് വേണ്ടി വരും. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് വേണ്ടി വരും. അത് വറുത്തിടുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറയാൻ മറന്നു. ഇനി ഇതിലേക്ക് പുളിവെള്ളം നമുക്ക് ഒഴിക്കാം. വെള്ളം ചേർക്കാം, വെള്ളം അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരയ്ക്കാം. പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ പ്യൂറി ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ രസപ്പൊടി ചേർക്കുകയാണെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലിപ്പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി മല്ലിയില, ഇതെല്ലാം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർക്കുക, ജീരകം ചേർക്കുക. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് പൊട്ടണം. അത് പൊട്ടിക്കഴിയുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. അതൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്തു, കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് രസത്തിന്റെ പാത്രത്തിലേക്ക് വറുത്തത് ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക. ബീട്രൂട്ട് രസം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇത് ചേമ്പ് ഫ്രൈയും പപ്പടവും കുറച്ച് പഴം പുളിശ്ശേരിയും കൂടിയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഴുക്കുവരട്ടിയും തോരനും കൂടെ ഇത് കഴിക്കാം. എന്തായാലും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.